കലക്കി സതീശ. താങ്ക്സ്. ഈ ടീം ഏതാ? അതാ പുതിയ പിള്ളേരാ. അറുക പാർട്ടികളാ? മുരുക പാർട്ടി കിടുക. എന്തേ അതേപോലെ എത്ര നാളായി ഇക്ക കണ്ടിട്ട്. അല്ല മുരുകനിക്ക ഉണ്ടല്ലോ പഴയ അതേ അടി. ചായയിൽ അല്പം മാറ്റിയിട്ടുണ്ട്, പക്ഷെ ആ പഞ്ച് പുതിയതാ അല്ലേ? അല്ല ഇക്ക ഈ സൈസ് എടുക്കാത്താണല്ലോ. ആചാരപടിക്ക് ഇതാ ബെസ്റ്റ്. ഷംസൻ എന്താ കുടിക്കാൻ വേണ്ടത്? പെറ്റ ഉമ്മച്ചിയാണ് ഇക്ക, ഞാൻ പണ്ടത്തെ പോലെ അല്ല. ഭയങ്കര ഡീസൻ്റായി. പകല് റമ്മ് മാത്രം കഴിക്കുള്ളൂ, ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ റമ്മ് മാത്രം കഴിക്കുള്ളൂ. എന്തിനാടാ അടിക്കുമ്പോ തൊട്ട് നോക്കാനാ? ഏയ് ഇത് ഭയങ്കര ബിസിനസ് അല്ലേ. ഷംസൂന്ന് കേട്ട സായിപ്പന്മാരിപ്പോ വിറയ്ക്കും. ഇത് കണ്ട അൽസേഷനാ മുറ്റനോ? ഇത് ജർമ്മൻ ഷിപ്പ്യാർഡ്. കണ്ണമാലിപ്പള്ളിയിൽ അവിടെ നിന്ന് കിട്ടിയതാ. കഴിഞ്ഞ സീസണിൽ പൂച്ചയായിരുന്നു ബിസിനസ്. ഇത് കണ്ട ഒരു നായിൻ്റെ മോൻ പൂച്ച പണി തന്നതാ. അന്ന് ഷെഡിൽ കയറിയതാ, പിന്നെ സീസൺ കഴിഞ്ഞാ ഇറങ്ങിയ. സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ കിടുങ്ങാമണിയും കടിച്ചോണ്ട് പോവും. പോവും. അതല്ല ഇവന്മാരെ ഞാൻ കക്ഷത്തിലിട്ട് ലോക്ക് ചെയ്തിരിക്കുന്നത്. സതീശ കാശത്രി ടീച്ചറിന്റെ കാര്യത്തിലേക്കാ നമുക്കൊക്കെ വലിയ വിഷമമുണ്ട്. ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ചോറ് മേടിച്ച് കഴിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പടച്ചോൻ ചിലപ്പോ ചില കൈവിട്ട കളി. അങ്ങനെ അല്ലിക്ക പിള്ളേരൊക്കെ പറയണത്. പള്ളിയുടെ അവിടെ വർക്ക്ഷോപ്പ് നടത്തുന്ന സേവിയില്ലേ? ഏത് മുന്ന സേവിയ? അവനിപ്പോ റിട്ടയർഡാ. പകരം അവന്റെ ഒരു അനിയനൊരു ആറാമറപ്പുണ്ട്, ഫെലിക്സ്. അവനും അവന്റെ കമ്പനികളും അറിയാതെ അവിടെ ഒരു പണി നടക്കിയില്ല. ഇവനെ ചുമ്മാ അരയിൽ തിരിയിക്കും, പുറത്തെടുക്കണ്ട. കണ്ടാ പിള്ളേര് പേടിക്കും. എനിക്കില്ലേ? നിനക്കടുത്ത പള്ളിപ്പെരുന്നാളിന് മേടിച്ചരാം. ഓടാ. ഇവന്റെ വാപ്പായ
ദുബായിലായിരുന്നു. ഒന്ന് കാണാൻ വന്നതാ. ഇവിടെ ഈ റോട്ടിൽ കിടന്ന ഞങ്ങളുടെ അമ്മ മേരി ജോൺ കുരിശിങ്ങിൽ മരിച്ചു. നീയൊന്നും അറിയാണ്ട് ഇവിടെ ഒരു പണിയും നടക്കില്ലെന്നറിയാം. പറ, പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതാ. വേഗം പറ. ഈ കോപ്പിലെ കേസും പറഞ്ഞ് പോലീസുകാരെ ആദ്യം കൊണ്ടുപോയി. പിന്നെ നിങ്ങൾ വന്നേക്കണ്. നിന്റെയൊക്കെ തള്ളത്തേന് നമ്മ എന്ത് ചെയ്യാനാടാ? നീ എന്തിനാണ് എന്നെ തരുന്നത്? സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് അന്ധകാര കോളേജിലുണ്ടല്ല, അവനെ പോയി പൊക്കടപ്പാ. നമ്മുടെ കയ്യിൽ മൂർച്ചകളുണ്ട് കേട്ടോ. ഇത് പഴയ കൊച്ചൊന്നുമല്ല, പണി കിട്ടൂട്ടോ. കൊച്ചി പഴയ കൊച്ചിയല്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. നീ എന്തിനാണ് അവനെ തല്ലിയത്? ഒറ്റ കിട്ടുമ്പോ പണി തരുവേ. എന്റെ ബ്രദർ ഉള്ളപ്പോഴാണ്. ഭായ്, ആ പോലീസ് വിറ്റ്നസ് ചേർത്തി. മോർണിംഗ് ഉണ്ടേ? നിനക്ക് കുറച്ച് വൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്കും കൊടുത്തേക്കല്ലേ. കാലത്തെ വള്ളം വലയേട്ടങ്ങാട്ടാണ്. ഓ, ഒന്ന് വീശാൻ പോണേന്ന്. വലയേട്ടാ ചുള്ളിക്ക് വഴിയൊന്നും പോകണ്ടട്ടാ. ആ റൂട്ടൊന്ന് മാറ്റി പിടിച്ചോ. 2 ദിവസം നിന്റെ പഴയ ലൈനില്ലേ, അവളുടെ കല്യാണ. എന്റെ ഭായ്, അത് നമ്മുടെ പഴയ സ്റ്റോക്കാ. അതൊക്കെ വിട്ടിട്ട് നാളെ എത്രയായി? 2 പിള്ളേരായില്ലേ? ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. രക്ഷപ്പെട്ടു. ആര് രക്ഷപ്പെട്ടു? നിന്നെ കേട്ടാൻ വന്നോ രക്ഷപ്പെട്ടു എന്ന് പറ. നീ ജന്മത്തിൽ നന്നാവില്ലടാ. ഞാൻ മുരുകന്റെ കൂടെ ഇറങ്ങി പോകുന്നതാ. അയ്യോ, 2 ദിവസം കഴിഞ്ഞ ഈ കൊച്ചിന്റെ കല്യാണോ? ഭായ്, ടീച്ചറിലെന്ന് വെച്ച് കണ്ട പെണ്ണുങ്ങളെ ഒന്നും വിളിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റില്ല. ഞാൻ കണ്ട പെണ്ണൊന്നുമല്ല, നല്ല 1-ാം തരം തറവാട്ടുകാരിയാ. മുരുക, ഇവിടെ ഈ നിമിഷം ഇവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടോണം. നാളെ മറ്റന്നാളെ നിന്റെ കല്യാണം. അതിന് ബോധമില്ലെന്ന് മനസ്സിലായി. നീയും കൂടെ അങ്ങനെ ആയാലോ? പിന്നെ ഞാൻ നീ ഒന്നും മിണ്ടാതിരിക്കും. എവിടെ നിന്ന് കിട്ടിയടാ ഇതിനെ? ദൈവമേ, ഇതേത് സാധനം? ടോമിച്ചായ സ്ഥലത്തെ പ്രധാന പാമ്പ. ഈ റിമിയുടെ അപ്പന. ഓഹോ, അപ്പൊ ഇവളാണല്ലേ റിമി ടോമി. എടേ, മര്യാദക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത്. നിനക്ക് മടിയുണ്ടെങ്കിൽ നിന്റെ കൂടെ ഒരുത്തനില്ലേ, മുരുകന കിരുകന, അവനിങ്ങനെ ഇറക്കി വിടറി. നിന്നോടാ പറഞ്ഞേ, വരുമ്പോ കയ്യില് ലേശ അച്ചാറ് ഉണ്ടെങ്കിൽ കൊടുത്തയക്ക്. ഉണ്ടെങ്കിൽ മതിട്ടാ. ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയണേ. മുണ്ടുടിപ്പിക്കുക MLA-മാരെ പറഞ്ഞയക്കോ? അല്ല, ഞാനിപ്പോ എന്തിനാ ഇവിടെ വന്നത്? അച്ചാറിന്റെ കാര്യം പറഞ്ഞു. മുരുകൻ ഇറക്കി വിടറേ. പള്ളുരുത്തി മുതൽ പനാമ വരെ പിടിയുള്ളവനാ ഈ ടോമി പാറേക്കാടൻ. അവിടെ കിടന്ന് കുറച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ എനിക്ക് തോന്നുന്നു അവന്റെ കൂടെ ജീവിക്കും. ജീവിച്ചോടി, ജീവിച്ചോ. മരണം വരെ നീ ജീവിച്ചോ. താഴെ വെച്ചാ ചെറിയ ചെറിയ ഉറുമ്പായിരിക്കും, തലയിൽ വെച്ചാ ചെറിയ ചെറിയ പേനായിരിക്കും. അങ്ങനെയല്ലേടി നീ എന്നെ കൊണ്ടു നടന്നത്? നിന്റെ പാവ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു കല്യാണം കഴിക്കാതിരിക്കുന്നത് എന്താണെന്ന് അറിയോ? നിന്റെ അമ്മ പോലെ വേറൊരു പിശാചി കുടുംബത്ത് വരണ്ടെന്ന് വിചാരിച്ചിട്ടാ. കർത്താവ് പറഞ്ഞിട്ടില്ലേ, വലതുകരം ചെയ്യുന്നത് എന്താണെന്ന് ഇടതുകരം അറിയാതിരിക്കട്ടെ എന്ന്. അച്ചാറുണ്ടെങ്കിൽ ലേശം കൊടുത്തേക്കിടി. എനിക്കതല്ല പ്രശ്നം, ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണം എന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ബാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇട്ടാൻ പറ്റില്ല. എന്റെ ദൈവമേ.
എന്നെ മുണ്ടെടുക്കാനാണ് ഈ മുഖ്യമന്ത്രി പറഞ്ഞത് അല്ലേ? അത് ശരി. താഴത്ത് വെച്ച ചെറിയ ചെറിയ ഉറുമ്പരിക്കും. ഞാൻ തോറ്റു എന്റെ കർത്താവേ. ഈ ഡബിൾ മുണ്ട് കണ്ടുപിടിച്ചവന്റെ അമ്മയ്ക്ക് വിളിക്കണം. കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ അങ്ങനെയല്ലേ നീ എന്നെ നോക്കിയത്? താഴത്ത് വെച്ച ചെറിയ ചെറിയ ഉറുമ്പരിക്കും, തലയിൽ വെച്ച ചെറിയ ചെറിയ പേനയ്ക്കും, അങ്ങനെയല്ലേ നീ എന്നെ വളർത്തിയത്? ഹലോ, കാണണമല്ലോ. ആ ഷംസുവാ, ഡോഗ് ഒന്ന് കാണണമെന്ന്. ഇവനെ അറിയാവോ? ഇവൻ ഭയങ്കര ക്യാമറമാനാ. ഫേമസ് ആണോ? ഫേമസ് ആണോന്നോ ഒന്നും പറയണ്ട ഇക്ക. മട്ടാഞ്ചേരിയിലെ എല്ലാ വീടിന്റെയും കക്കൂസിന്റെയും കുളിമുറിയുടെയും ഷെയ്ഡേ തൂങ്ങിക്കിടന്നല്ലേ ഇവൻ ഓരോ ഷോട്ടുകൾ എടുക്കുന്നേ. റിസ്കി ഷോട്ടുകളാ. ഇവന്റെ കോൺസ്റ്റബിൾസ് വൈഫ് ഭയങ്കര ഹിറ്റല്ലേ? കോൺസ്റ്റബിൾസ് വൈഫ്? നമ്മുടെ പള്ളുരുത്തി സ്റ്റേഷനിലെ സോമൻ സാറിന്റെ ഭാര്യയുടെ. അതിന് ഇവനെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇവനെടുത്ത പുതിയ പടം കണ്ട പിള്ളേരാ പറഞ്ഞത്. ഇക്ക ഇതൊന്ന് കണ്ടു നോക്ക. എടാ ഒന്ന് ഇട്ടു കൊടുക്ക. പയ്യനാകെ പേടിച്ചിരിക്കുക. ഫോട്ടം പോലെ കാണിക്കേ. ഇവനാ അന്ധകാരം ബാബു, പോലീസ് വിറ്റ്നസ്. ബിലാൽ എങ്ങോട്ടാ? ഇപ്പൊ ക്യാമറയെ കണ്ടത് എന്റെ മേരി ടീച്ചറിന്റെ മുഖമാണ്. നീയൊക്കെ അമ്മയെന്ന് വിളിച്ച മേരി ടീച്ചറിന്റെ. കോളനി കയറി അവനെ പൊക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചടങ്ങ. കോളനി എന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണേലും പൊക്കിയിരിക്കും. ബിലാലെ, അവിടെ മുഴുവനുള്ള കഞ്ചാവും ടിഡിയൊക്കെ അടിച്ചേറ്റ് പിള്ളേരാ. എല്ലാവന്റെ അരയിൽ ടൂൾ കാണും. പഴയ ബിലാലിന് വേണ്ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഏത് കോളനിയാടാ കൊച്ചിയിലുള്ളത്? അവിടെ ഒറ്റക്ക് നിൽക്കണ്ട, പണി കിട്ടും. കൂടെ വന്ന് തടി കേടാതെ നോക്കാം. നീയൊക്കെ അരട്ട ഹൗസ് റൂട്ടുണ്ട്. അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിന്റെയൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഇവിടെ അടുത്ത വീട്. ഞങ്ങളുടെ അമ്മ അറിയും, മേരി ടീച്ചർ. മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ ഒരു സാക്ഷി ഇവിടെ ഉണ്ട്. അത് നിന്റെ ബാപ്പായോ മച്ചാനോ ആണെങ്കിൽ ടീച്ചറിന്റെ മകൻ ബിലാൽ വന്നിട്ടുണ്ടെന്ന് പറയണം. അവനെ കിട്ടാതെ ബിലാൽ ഈ കളം വിടുന്ന പ്രശ്നമില്ല. എന്തേ ഉള്ളാമുട്ടുണ്ട? മര്യാദക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്റെ സെല്ലുലോയിഡ് ഞാൻ അടിച്ചു പൊട്ടിക്കും. സെല്ലുലോയിഡ് പോയാൽ പിന്നെ കാശിന് കൊള്ളുകയല്ല.
ബൈ. കൂത്തുകാരാ? അതാ ഞങ്ങൾക്കും അറിയാൻ പാടില്ല. നീ എങ്ങോട്ടാ ഓടിയത്? ബസ്സിലാ? നീ ആരെ കാണാനാ ഓടിയത്? നീ ആരുടെ അടുത്തേക്കാണോ പോയത്? ഞങ്ങൾക്ക് അയാളെ ഒന്ന് കാണണം. എനിക്കറിയില്ല. അതിനാളെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ നിനക്ക് ആളെ അറിയാം. പറ. എന്റെ ചേട്ടനാ വീട്ടിലില്ല. ഫ്ലാറ്റിലാ താമസം. ആ എന്റെ സെലീന, നീ കിടന്ന് ബഹളം വെക്കാതെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് എത്തിക്കോളാം. എന്താടാ? ഒന്നുമില്ല. കാര്യം പറയടാ. സെലീനയാ, ഞാനിന്ന് പിള്ളേരെ കൊണ്ട് പുറത്തു പോകാന്ന് പറഞ്ഞിരുന്നു. നന്ദി വിട്ടോ? വിട്ടോടാ.